ജോർദാന് നേരെ വീണ്ടും ഇറാന്റെ ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. F-35 അഞ്ചാം തലമുറയിൽപ്പെട്ട 3 വിമാനങ്ങൾ കത്തിയമരുന്ന ചിത്രങ്ങൾ തൻസീം എന്ന ഇറാന്റെ മീഡിയ പുറത്തുവിട്ടു. 3 തകർക്കപ്പെട്ടു എന്നുള്ളതും 3 കാര്യമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമാണ് തസ്നീം റിപ്പോർട്ട് ചെയ്തത്. അത് അമേരിക്ക നിഷേധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് വൈകിട്ട് മാത്രം അമേരിക്ക ചെയ്യുന്നതാണ്. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്ക ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറെക്കുറെ പടിഞ്ഞാറൻ മീഡിയകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ ആ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. പ്രതീക്ഷിച്ച തരത്തിലല്ല ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ്. അതിനെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഖത്തറിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയാണ് അമേരിക്കയുടെ സൈനിക സംവിധാനത്തെ ജോർദാനിലേക്ക് പറിച്ചു നടുക എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. എന്നാൽ അവിടെയും യഥാർത്ഥത്തിൽ സുരക്ഷിതമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ F-35 യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട പൈലറ്റുമാരെ കാണുന്നില്ല എന്നും ആ റിപ്പോർട്ടിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഥവാ ഒരുപാട് സൈനികരെ പിന്തുണക്കുന്നവരോ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അനുമാനം. ഒരു F-35 യുദ്ധവിമാനത്തിന് 900 കോടി രൂപയോളം ഇന്ത്യയുടെ കറൻസി നോക്കുന്ന സമയത്ത് വില വരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 3 അശേഷം തകർന്നു, 3 കാര്യമായ കേടുപാടുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ ശേഷം ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഒരേ സമയത്തുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. ജോർദാൻ്റെ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഏറെക്കുറെ സൗദി അറേബ്യ അമേരിക്കയോട് കൂട്ടുചേർന്ന് കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നത് ഒരു ഉദാഹരണ സഹിതം ഈ കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഇറാഖിൻ്റെ അകത്ത് വലിയ രീതിയിൽ പ്രതിഷേധം സൗദി അറേബ്യക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതും സൗദിയിലെ ഭരണാധികാരികളെ മോശമാക്കപ്പെട്ട ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ബാസിന്മേൽ പതിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ പ്രചരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആധിപത്യവും ഈ മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റിന് പോലും അവകാശപ്പെടാനില്ലാത്ത തരത്തിലാണ് ഇറാൻ്റെ മുന്നേറ്റം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്ക സാധിക്കുന്നില്ല. അഥവാ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ നിലം പൊത്തിയിരിക്കുന്നു. ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനി അമേരിക്കയുടെ എന്തെങ്കിലും ശേഷിപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും എന്നാണ് IRGC വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കളിയാക്കിയിട്ട് ഈ സോഷ്യലിലൂടെ പ്രചരിപ്പിക്കുന്നത്. ചില വാചകങ്ങളും വാക്കുകളൊക്കെ അങ്ങനെയാണ്. ചില കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ വലിയ രീതിയിൽ ഇത് ആഘോഷിക്കുന്നു. കാര്യം 100ഓളം കിലോമീറ്റർ ചുറ്റളവിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ആയിരിക്കുന്ന ഇറാഖിനോട് ചേർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ അതിന് സാമ്യമുള്ള മറ്റ് പ്രദേശത്ത് ചേർന്നുകൊണ്ടുമൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഒരു ഗുണവുമില്ലാത്ത രീതിയിലാണ്. കാര്യം ഈ മേഖല അപ്പാടെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായ രീതിയിലുള്ള തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇനി ഖത്തറിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഖത്തറിലുള്ള ഉദൈദ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ശേഖരിക്കപ്പെട്ട ആയുധ സംഭരണ സംവിധാനങ്ങൾ അപ്പാടെ ജോർദാനിലേക്ക് മാറ്റിയത്. ജോർദാൻ ഗവൺമെൻറ്റുമായിട്ടും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ നല്ല ബന്ധമല്ല എന്നുള്ളതാണ്. തങ്ങളുടെ രാജ്യവും വളരെ നിരാശകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് നിങ്ങളുടെ ആയുധങ്ങളുടെ കലവറകളെല്ലാം ഉപകരിക്കുന്നത്. അല്ലാതെ സമാധാനപരമായ രീതിയിൽ ആവശ്യത്തിനോ ശാന്തമായ രീതിയിലുള്ള ജീവിത നിലവാരത്തിനോ ഒരിക്കൽ പോലും നിങ്ങൾ ഉപകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഗവൺമെൻറ് പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ഏകദേശം 15 മുതൽ 30-ലധികം അമേരിക്കയ്ക്ക് സൈനിക മേഖലയും സ്ഥാനവുമുള്ള ഒരു ഏരിയയാണ് ജോർദാൻ എന്ന് പറയുന്നത്. ആ ജോർദാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ജോർദാനാണ്, ജോർദാൻ കഴിഞ്ഞാൽ സൗദി അറേബ്യയാണ്. വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇസ്രായേൽ വരച്ച പ്ലാനിൽ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടുണ്ട്. പാലസ്തീൻ, ജോർദാൻ, സൗദി അറേബ്യ അങ്ങനെയാണ് അങ്ങോട്ട് എണ്ണുന്നത്. ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ലെബനാൻ വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്, ഇറാഖിൻ്റെ ചില ഭാഗങ്ങളും വരുന്നുണ്ട്. വിശാലമാക്കപ്പെട്ട ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ തങ്ങൾ കീഴടക്കുന്ന ദിവസം വല്ലാതെ വൈദൂരമല്ല എന്നവർ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് നിരന്തരം കലയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ഈ ഒരു ടീം മാത്രമേ
ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നുള്ളൂ. മറ്റാരും തയ്യാറാണല്ലോ, മറ്റവരൊക്കെ മൗനവ്രതത്തിലാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് നോക്കുന്ന സമയത്ത് ജോർദാനിൽ രക്ഷയില്ലാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ രണ്ട് സ്വപ്നങ്ങൾ തകർന്നു വീഴും. ഒന്ന്, ഇസ്രായേലിൻ്റെ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ള സ്വപ്നങ്ങൾ. രണ്ടാമത്തത് അമേരിക്കയുടെ സർവാധിപത്യം എന്നുള്ള സ്വപ്നങ്ങൾ. ഇത് രണ്ടും അവിടുന്ന് അവിടെ മരിച്ചു വീഴുമെന്ന് പറയുന്ന സമയത്ത് പിന്നീട് അവിടെ ഉണ്ടാകുന്ന അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ജോർദാനും വെസ്റ്റ് ബാങ്കും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വെസ്റ്റ് ബാങ്ക് ഒരു കാലത്ത് 1967 വരെ ഈ ജോർദാൻ്റെ കൈവശത്തിലായിരുന്നു. ജോർദാൻ്റെ കൈവശത്തിൽ നിന്ന് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇസ്രായേൽ അത് പിടിച്ചെടുത്തത്. ഈ മേഖലയിലൂടെ ഇങ്ങോട്ട്, അതായത് വെസ്റ്റ് ബാങ്ക് ഭാഗത്തേക്ക് ഒരു പക്ഷേ സൈനിക മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ജോർദാനിലെ സർക്കാരിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുള്ള സർവാധിപത്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ മറ്റൊരു വർഗാധിപത്യം ഉയരാനുള്ള സാധ്യതകൾ കൂടി വിലയിരുത്തുന്നു. ഈ ഒരു പേടി ഇസ്രായേലിനുണ്ട്. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും സംഭവിച്ച രാജ്യങ്ങളിലൊന്ന് ഇസ്രായേൽ തന്നെയാണ്. ഇപ്പോഴും പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം ഇറാൻ്റെ ഏത് തരത്തിലുള്ള ഒരു മുന്നേറ്റവും തങ്ങളുടെ നെഞ്ച് പിളർക്കുന്നിടത്തേക്കാണ് എത്തുക എന്നുള്ളത് അവരെല്ലാ കാലത്തും കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി വന്ന അമേരിക്കയെ പോലും മറ്റു ലോക രാജ്യങ്ങൾ സംരക്ഷിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിത്യേന വലിയ രീതിയിൽ ആയിരക്കണക്കിന് കോടി എന്നൊക്കെ പറയുന്ന രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കക്ക്. പക്ഷേ അമേരിക്ക അത് എന്ത് ചെയ്യുന്നില്ല, ഔദ്യോഗികപരമായിട്ട് പറയുന്നില്ല, സ്ഥിരീകരിക്കുന്നില്ല എന്നല്ലാതെ യഥാർത്ഥത്തിൽ നഷ്ടത്തിൻ്റെ കണക്കാണ് അമേരിക്കക്ക് പറയാനുള്ളത്. സർവ്വ മേഖലയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓരോരോ ഏരിയകൾ നോക്കിയിട്ടും ഓരോരോ പ്രദേശങ്ങൾ നോക്കിയിട്ടും അവരുടെ യുദ്ധവിമാനവും സംവിധാനങ്ങളും നോക്കിയിട്ടുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലൈവായ രീതിയിൽ ഇറാൻ ലഭിക്കുന്നു. ഇറാൻ അത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു. ആ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അടിച്ച് താഴെയിട്ടുന്നു. ഇതാണ് ഇപ്പോൾ വരുന്നത്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഇറാൻ മാത്രമല്ല ചൈനയും റഷ്യയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാൻ്റെ കൈവശത്തിലുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ചൈന സഹായിക്കുന്ന ചിത്രങ്ങളും അതോടൊപ്പം തന്നെ റഷ്യയുടെ ചിത്രങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്രമണ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കക്കെതിരെ നടത്തുന്നത്. അതിലെല്ലാവരും വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയും പരാജയപ്പെടുന്നില്ല. കാര്യം ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇറാൻ ശക്തി കൂടുകയും ഓരോരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് അമേരിക്കയ്ക്ക് ശക്തി ക്ഷയിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധങ്ങളുടെ ശേഖരത്തിൽ വലിയ രീതിയിൽ ഇടിവ് വന്നിരിക്കുന്നു. പ്രതിരോധ സംവിധാനത്തിൽ വലിയ തകർച്ച വന്നിരിക്കുന്നു. ഇറാനാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു. ഇതിന് മുൻപിൽ പതറിപ്പോകുന്ന ഒരു അമേരിക്കയാണ് ഏതാനും ദിവസങ്ങളായി ലോകം കാണുന്നത് എന്നുകൂടി നമ്മൾക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.